ആ സൗഭാഗ്യദേവതകളെ കടാക്ഷിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇതാ ലക്ഷങ്ങൾ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിന്റെ ഭാഗ്യങ്ങൾ. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ. ഇതെന്താ തുറന്നു നോക്ക് കുമാറാ. അത് ഫ്രിഡ്ജായിരിക്കും. ഫ്രിഡ്ജോ? എടോ, ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വലിയ അലമാരി പോലൊരു സാധനമാണ്. ഇതിനൊരു എലിക്കൂടിന്റെ വലിപ്പമേ ഉള്ളൂ. എന്നാ എളിക്കൂടായിരിക്കും. എല്ലാരും ഇങ്ങോട്ട് തന്നെ കണ്ണും തുറച്ച് നോക്കിയേക്കുക. നിന്നോട്ടെ, നമുക്കെന്താ. എന്നാലും എന്തിനാ അത്ര കുശുമ്പ്? കുശുമ്പല്ല, ഈ അസുഖത്തിന്റെ പേര് വേറെയാ. ഓൺ ചെയ്ത് നോക്ക്. ഉദ്ഘാടനം കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയതാ. മാസാമാസം പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ കട ജപ്തി ചെയ്തോണ്ട് പോവും. എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുക. പിടിക്കട്ടെ, ശമ്പളക്കാരിയല്ലേ, ഞാൻ കാശൊന്നും തരില്ല. ഇവന്റെ പണി പൂട്ടി കുമാറാ. എനിക്ക് വേണ്ട, തന്നെത്താൻ കഴിച്ചാ മതി. അത് പറ്റില്ല, ഉദ്ഘാടനം ശ്രീദേവി എന്നെ നിർവഹിക്കണം. അവരൊക്കെ ആര് കണ്ടാലും ഒന്നുമില്ലെന്ന് ശ്രീദേവിയനല്ലേ കുറച്ചും പറഞ്ഞത്. എനിക്കിത് ഇയാളെ ഒരു തൊലി കാണുമ്പോഴാ വായി പല്ലുമില്ല. എന്താ കുമാറാ, നീ ഒരു കല്യാണം കഴിക്കേ, അപ്പൊ നിന്റെ ഈ അസുഖം ഒക്കെ മാറി കിട്ടും. കുറെ നേരമായി. നീ നേരാവാൻ പോണില്ല. വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നീ രാവിലെയും വൈകിട്ടും വായി നോക്കി തന്നെ ഇരിക്കും. ഏയ്, എന്താ എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നെന്ന്? കരച്ചിൽ നിർത്താൻ. അന്നാ ഓടക്കുഴല് വായിച്ച് രസിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതിലെന്തോ മറുമായ ഉണ്ടെന്ന്. ഇങ്ങോട്ട് കൊണ്ടാ. ഇതിലൊന്നും കാണുന്നില്ലല്ലോ അമ്മേ. എന്ത് കാണുന്നില്ലെന്ന് നീ പറയുന്നത്? ഏത് അഴിഞ്ഞാട്ടക്കാരി പെണ്ണാടാ നിനക്ക് മാക്സി വാങ്ങിച്ചു തന്നത്? മാക്സി? ആ, എന്ത് കുന്തോങ്കിലും ആവട്ടെ. ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. നോണ പറയണടാ. നാട്ടുകാരെ മുഴുവൻ പാട്ടയും കൂട്ടി പറഞ്ഞു നടക്കണു. ഞാൻ നുണ പറയൂ അമ്മേ? എന്റെ ഈ 3 അമ്മമാരാണ് സത്യം. ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല. കള്ള സത്യാണോടാ, തല കൊട്ടി തെറിക്കും. ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല.
ഇത് സത്യം സത്യം സത്യം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മേ, എന്റെ മോൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കൂലെന്ന്. നമ്മൾ അങ്ങനെയല്ലല്ലോ അവനെ വളർത്തിയത്. നാരായണ, കുളിച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്കുമോനെ. എന്റെ ഗുരുവായൂരപ്പ, നേരല്ലാതെ മറ്റൊന്നും ഈ നാരായണൻകുട്ടി പറഞ്ഞിട്ടില്ലേ? പിന്നെ ഗുരുവായൂർക്ക് പോണെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ എല്ലാവരും? നമുക്ക് മറ്റന്നാ പോവാം. നല്ലോണം തൊഴുതില്ലേ അമ്മമ്മേ? നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചോ? നിനക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു. വീട്ടിലൊരു നല്ല പെൺകുട്ടി വന്ന് കയറണേന്നും പ്രാർത്ഥിച്ചു. പത്തായപ്പരയിലെ ശ്രീദേവി അല്ലേ? അതെ. ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പാലക്കാവ് അങ്ങാടിയില് കച്ചവടം നടത്തുന്ന നാരായണൻകുട്ടി. ആ, ഞാൻ അവിടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വന്നിരുന്നു. ഇമവെട്ട മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയ ആളല്ലേ? ആ, അത് തന്നെ. ഇതമ്മ, അമ്മൂമ്മ, ഇത് മുത്തശ്ശി. ഇതാരെ? കുട്ടിയുടെ അമ്മമ്മേ? അമ്മ അമ്മ അമ്മ. പത്തായപ്പുറക്കാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കളക്ടർ ഗോപിനാഥ മേനോന്റെ നേരെ ഇളയ സഹോദരി. എത്ര ദിവസം ഉണ്ടാവൂടെ? ഇന്ന് തന്നെ പോവോ? ഇല്ല, നാളെ പോളുന്ന്. പറഞ്ഞ പോലെ എവിടെയാ താമസിക്കണേ? ഗുരുവായൂരപ്പൻ ലോഡ്ജില്. ഞങ്ങളും അവിടെ തന്നെയാ താമസിക്കുന്നത്. എന്ന് തൊഴുതിട്ട് വന്നോളൂ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. ശരി. അമ്മ വന്നേ. പണ്ടത്തെ കാലത്ത് പത്തായപ്പുരക്കാരുടെ പ്രതാപം എന്തായിരുന്നു? ആ അമ്മയെ മോളെ അടുത്ത് കാണാൻ കിട്ടി തന്നെ വലിയ മഹാഭാഗ്യാണേ. ഇപ്പോഴും പ്രതാപത്തിന് അവർക്ക് യാതൊരു കുറവുമില്ല. ആ കസവുമുണ്ടും ഉടുത്ത് മൂപ്പിലമ്മയെ കണ്ടപ്പോ മഹാലക്ഷ്മിയെ ആ കണ്ടതുപോലെ. പെൺകുട്ടിയെ കാണാൻ എന്താ ഒരു ചന്തം. നിനക്ക് എങ്ങനെ പരിചയട്ടോ നാരായണൻകുട്ടി ഇവരെയൊക്കെ? ആർക്കറിയാം, പീടിയുടെ അതിലേക്ക് നടന്നു പോകുന്ന കണ്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു ഒതുക്കും അച്ചടക്കവും കണ്ടില്ലേ? ആവശ്യമില്ലാത്ത വല്ല വർത്തമാനവും പറഞ്ഞു ആ കുട്ടി. അതെ, തറവാട്ടുകാരെ കണ്ടാ വേറെ അറിയാം. നമുക്കിതങ്ങോട്ട് ആലോചിച്ചാലോ അമ്മേ? ഉയരം ഒരു ലേശം കുറവാണോ? ഒന്ന് നിർത്തണ്ടോ? ആരെ കണ്ടാലും ഒരു ആലോചന. ഉച്ചപൂജയ്ക്ക് നടയടക്കാറായി. പായസത്തിന്റെ ചീട്ടോടെ പായസിച്ചിട്ട് അമ്മയുടെ ഇല്ല. ആ ദാ ആനെ കുറച്ച് കിളികാലം വെറ്റിലോ ഇവിടെ വാങ്ങിച്ചോ. ഓ, നമുക്കതങ്ങോട്ട് ആലോചിക്കാമേ. ഇതെവിടാണെന്ന് വെച്ചാ എടുത്തു വെച്ചു. ശ്വാസം നേരെ വീണത് ഇപ്പോഴാ. എനിക്കിതൊന്നും ചുറ്റി ശീലമില്ല. ശ്രീദേവി, എനിക്ക് ആകപ്പാടെ പേടിയാവുന്നു. പേടിച്ചിട്ടെന്താ കാര്യം? കാര്യം സാധിക്കണമെങ്കിൽ ഇങ്ങനെ പല വേഷങ്ങളും കെട്ടേണ്ടി വരും. അത് നിങ്ങൾക്ക്. എനിക്കിപ്പോ ഇതിലെന്ത് കാര്യം? കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നടക്കണം. പാറുമ്മ എന്തായി പറയുന്നത്? എത്ര കാലം എന്ന് വെച്ചാ എന്തായാലും ഒരു ദിവസം അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അറിയും. പിന്നെന്താ, സ്നേഹിച്ച കുട്ടിയെ തന്നെ സ്വന്താക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയാ. പാറുമ്മ, ഞങ്ങളൊന്ന് പുറത്തിറങ്ങിട്ട് വരെ. പാറുമ്മ കുറച്ചേരം ഇവിടെ ഒറ്റയ്ക്കിരിക്കേണ്ടി വരും. നിങ്ങൾ എവിടെ പോയാലും എനിക്കെന്താ? ഈ സ്ഥാനത്ത് എന്റെ മോനെ പറ്റുമായിരുന്നെങ്കിൽ. ഒന്ന് ക്ഷമിച്ചു കളാ പാറുമ്മേ. പത്തായപ്പരയിലെ കളക്ടറെ ഉടപ്പിറന്നോളൂ പാറുമ്മേ. അമ്മയ്ക്ക് അമ്മൂമ്മയ്ക്കൊക്കെ ഭേഷ പിടിച്ചിരിക്കണ്. കൊച്ചുമോളുടെ സൗന്ദര്യത്തെ കുറിച്ച് എപ്പോടെ സംസാരം. എടാ ചെറുക്കാ, കളക്ടറോ ഐജിയോ ഓടപ്പിറന്നോളോ എന്ത് മാങ്ങാത്തോലിയോ ആയിക്കോട്ടെ, എന്റെ കഞ്ഞിപ്പാറ്റയിടല്ലേ. ഇതെന്ത് വർത്താനാണ് പാറുമ്മേ? പാറുമ്മയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ? ഞങ്ങള് തമ്മിലുള്ള കല്യാണം കഴിഞ്ഞാ നാരായണൻകുട്ടിക്ക് തള്ളാരും 4 പാറുമ്മയും കുട്ടി. അതൊക്കെ പോട്ടെ. ഇത്രയും വലിയ മിടുക്കൊക്കെ കാണിച്ചല്ലോ. തള്ളമാര് ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കി ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് ഒളിച്ചോടും. വാ.
ഇപ്പൊ വരാം. കരിവളെ ഓടിത്തോടുന്നു. ഇവിടെ നിപ്പുണ്ടായിരുന്നു. കുട്ടികൾ എവിടെ പോയി? മോളെന്തോ വഴിപാട് നടത്തിയെന്നോ അതിന്റെ പ്രസാദം വാങ്ങണമെന്നോ. ആരുടെ മോള്? എന്റെ മോള്. പത്തായപുരയിലെ എന്താ പേര് പറഞ്ഞേ? പേരോ? പേരൊന്നും അവൻ പറഞ്ഞില്ലേ? കളക്ടർ ഗോപിനാഥൻ നായരുടെ ഓടപ്പുറന്നോളെന്നല്ലേ പറഞ്ഞത്? ആ അതെ, അങ്ങനല്ലേ നാരായണൻകുട്ടി പറഞ്ഞത്. ഞങ്ങൾ അത്ര വലിയ തറവാട്ടുകാരല്ലായിരിക്കും. നല്ല തറവാട്ടുകാരെ കണ്ടാലേ ഞങ്ങൾക്കറിയാം. ദേ സത്യം സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ആരാ? ഞാൻ ആരാന്നോ? നിങ്ങളുടെ മകനോട് ചെന്ന് ചോദിക്ക്. അവൻ പറഞ്ഞോണ്ടാ ഞാൻ ഈ വേഷം കെട്ടിയത്. കുട്ടിയൊക്കെ സഹായം ആയിക്കോട്ടെന്ന് കരുതി. നിങ്ങൾ ഈ കളക്ടർ ഗോപിനാഥൻ നായരുടെ ആരാണെന്നാ ചോദിച്ചേ? കളക്ടർ ഗോപിനാഥൻ നായരുടെ തേങ്ങ. എനിക്ക് ആ ശ്രീദേവി ടീച്ചറിന്റെ ബാലവാടിയിൽ ഉപ്പാവ് ഉണ്ടാക്കലാ ജോലി. എന്റെ കൃഷ്ണ ഗുരുവായൂർ. നാരായണ നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് കയറി ചെന്ന ആകെ സംശയവും. ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ, കുറച്ച് കഴിഞ്ഞ് ഒന്നും അറിയാത്തവളെ ഞാൻ അങ്ങെത്തിക്കൊള്ളാം. എനിക്ക് വയ്യ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ. മേലെടുത്ത തറവാട്ടിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടുതരില്ല. ചെല്. മുത്തശ്ശി, പ്രസാദം. എന്താടി നിന്റെ ശരിക്കുള്ള പേര്? ശ്രീദേവിന്ന്. ഓ, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. നീയില്ലടി ഞങ്ങളുടെ മോന് മാക്സിയിൽ കൂടോത്രം ചെയ്തു കൊടുത്തത്. കളക്ടർ ഗോപിനാഥൻ നായരുടെ കൊച്ചുമോളാത്രേ. കൊറേ നേരെ ഞങ്ങളിട്ട് വട്ടം കറക്കണോ? പറയടി നേരെ. ഇനിയൊന്നും പറയണ്ട അവളോട്, മതി പറഞ്ഞത്. ഇങ്ങുവാ, വാ, മുത്തശ്ശിയല്ലേ വിളിക്കുന്ന, വാ ഇരിക്ക്. സാരില്ല, ഓട്ടാ. ഓഹോ, എന്തൊരു തിരക്ക് എന്റെ അമ്മൂ, എന്തൊരു തിരക്ക്. ഏകാദശിയുടെ തിരക്കാ സാധാരണ ദിവസങ്ങളില്. പാൽപ്പായസിന്റെ ക്യൂ ഉണ്ടാ തന്നെ പേടിയാവും. കിഴക്കേ നിരക്കേ കല്യാണം 60, ചോറൂണ് വേറെയും. ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതും തുടങ്ങി. എന്ത് നോണ പറച്ചില്ലേ? നീ അപ്പൊ ഞങ്ങളെ വിട്ടേ ചൊളിച്ചോടി പോവും അല്ലേടാ? ഈ 1.5 കാലം വെച്ചോണ്ട് എവിടെ വരെ പോകുന്ന എനിക്കൊന്ന് അറിയണം. എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുവരേണ്ട ഒരു തിരക്ക്? ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നടക്കൂലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ. നീ നുണ പറഞ്ഞാലേ ഈ കുട്ടി നുണ പറയില്ല. എവിടെയാ ഉപ്പുമാവതല്ല? ഞാനിവിടെ ഉണ്ടേ. അത് ശരി. കൃഷ്ണ ഞങ്ങളോട് ഇത് വേണമായിരുന്നോ? എന്തോ ആടാ, എന്തോ ആണ് എടാ, അറിയുള്ളൂ നിനക്ക് പറഞ്ഞേക്കാം. ഞങ്ങളോട് വേണമായിരുന്നു.